ഇന്നലെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വലിയ തോതിലുള്ള സെർച്ച് നടത്തി നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മയക്കുമരുന്നുകൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് വ്യാപകമായ തോതിൽ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വ്യാപാരി വ്യവസായികൾ 10 ലക്ഷത്തോളം വ്യാപാരി വ്യവസായികൾ ശ്രീ രാജുവിൻ്റെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ഓപ്പറേഷൻ തുഫാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ ഓപ്പറേഷൻ തുഫാനുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേരളത്തെ ഇന്ന് മയക്കുമരുന്ന് ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സംശയവും വേണ്ട, ഈ മരണത്തിൻ്റെ വ്യാപാരികൾ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി, കാപ്പ ചുമത്തുക, അവരുടെ വസ്തുവകകൾ കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മണ്ണിൽ കുട്ടികളെയും യുവതലമുറയെയും തകർക്കുന്ന ഈ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇന്ന് കേരള ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുകയാണ്. ഓപ്പറേഷൻ തുഫാനിലേക്ക് സഹകരിക്കാൻ തയ്യാറായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അധ്യക്ഷൻ ശ്രീ രാജു അടക്കമുള്ള 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെയും വ്യവസായികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു സംശയവുമില്ല, ഗവൺമെന്റ് പറഞ്ഞിട്ട് 1 മാസമല്ല ആയ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിജ്ഞാപനം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങും. കാരണം ED ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഒത്തുകളിച്ച പ്രോസിക്യൂട്ടറെ എങ്ങനെ തലസ്ഥാനത്തുനിന്ന് മാറ്റാമെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയാണ്. അവർക്ക് പകരം ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് കേസ് നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും AGയും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഇന്ന് തന്നെ നിയോഗിക്കും. നാളെ കേസിന് ഹാജരാകും.